വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അരുണിമ. അപ്പൊ മക്കളെ, നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാവും അല്ലെ. ചില ആളുകൾക്ക് ബിരിയാണി ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് പൊറോട്ട ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ന്യൂഡിൽസ് ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ചപ്പാത്തി ആയിരിക്കും ഇഷ്ടം അല്ലെ. ഇങ്ങനെ മക്കൾക്ക് ഇഷ്ടമുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്നും ബിരിയാണിയാണ് ഇഷ്ടം എന്ന് വിചാരിച്ചോ. ടീച്ചർ നിങ്ങൾക്ക് മൺഡേ എല്ലാവർക്കും ബിരിയാണി തന്നു, ട്യൂസ്ഡേ നിങ്ങൾക്ക് ടീച്ചർ ഇതേപോലെ ബിരിയാണി തന്നു, തേഴ്സ്ഡേയും ബിരിയാണി, എല്ലാ ദിവസവും പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ബിരിയാണി തന്നെ തരാന്ന് വിചാരിച്ചു അല്ലെ. അങ്ങനെ ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ടീച്ചർ നിങ്ങൾക്ക് ബിരിയാണി തന്നെ ഇങ്ങനെ എപ്പോഴും തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂലേ അടുത്ത ദിവസം ടീച്ചർ ഇനി ബിരിയാണി വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് ചോറ് താന്ന് പറയൂ അല്ലെ. പറയത്തില്ലേ നിങ്ങള്? പറയൂ അല്ലെ. കാരണം എന്താ, നമുക്ക് ഒരേ എത്ര ഫേവറേറ്റ് ഫുഡ് ആണെങ്കിൽ പോലും അല്ലെ, ചിലതിപ്പോ എന്നും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വല്ലാതെ അങ്ങ് മടുക്കും അല്ലെ, വല്ലാതെ മടുക്കും അല്ലെ. ശരിയാണല്ലേ. പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഒട്ടും മടുക്കാത്തൊരു ഭക്ഷണമുണ്ട്. ഏതാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏതായിരിക്കും അല്ലെ? ഇപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു സാധനം മിക്കവരും എല്ലാ ദിവസവും ഇത് കഴിക്കും അല്ലെ. കൃത്യം ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളുടെ വയറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നും അല്ലെ, വേഗം ഒന്ന് എന്താ വരാത്തേന്നല്ലേ, ഭക്ഷണം എന്താ കിട്ടാത്തതെന്ന് ഇങ്ങനെ തോന്നും അല്ലെ. അപ്പൊ ഏതാണ് ആ ഭക്ഷണം? ചോറ് അല്ലെ, ചോറ്. അപ്പൊ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതെന്താണ്? ചോറ് തന്നെയാണ് അല്ലെ. നമുക്ക് എന്നും കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അങ്ങോട്ട് മടുക്കാത്തൊരു ഭക്ഷണമാണ് ഈ ചോറ് എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ എല്ലാവരും ഉച്ചയ്ക്ക് എന്താ കഴിക്കാറ്? വല്ലപ്പോഴും ഒക്കെ നമ്മൾ ബിരിയാണി കഴിക്കുമായിരിക്കും അല്ലെ. എന്നാലും നമ്മൾ മെജോറിറ്റി മിക്ക ദിവസങ്ങളിലും കഴിക്കുന്ന ഭക്ഷണം എന്താണ്? ചോറാണ് അല്ലെ. ചോറും പല കറികളും ഒക്കെ കൂട്ടിയിട്ടായിരിക്കും എല്ലാവരും എന്ത് ചെയ്യുക, ഉച്ചയ്ക്ക് നന്നായിട്ട് അല്ലെ കഴിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ചോറ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ്. അപ്പൊ മക്കളെ, നമുക്ക് എവിടുന്ന് ഈ ചോറ് കിട്ടുന്നേ? എവിടുന്നാ ചോറ് കിട്ടുന്നേ? അപ്പൊ നിങ്ങൾ പറയും അമ്മ ഉണ്ടാക്കി തരുന്നേ. ഓക്കെ, അമ്മ ഉണ്ടാക്കി തരുന്ന അല്ലെ, ഇങ്ങനെയായിരിക്കും നിങ്ങൾ പറയാ. ഓക്കെ, അമ്മ ഉണ്ടാക്കി തരുന്നതന്നെ. അമ്മയ്ക്ക് എവിടുന്നായിരിക്കും അരി കിട്ടുന്നേ? ഇപ്പൊ പറയും അമ്മയ്ക്ക് അച്ഛൻ വാങ്ങി കൊടുക്കുന്നതല്ലേ. അങ്ങനെയല്ല കേട്ടോ ടീച്ചർ ചോദിച്ചത്. നമ്മൾ ഈ പറയുന്ന അരി അല്ലെ, ചോറുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അരിയാണ് അല്ലെ. അപ്പൊ അരി എവിടുന്നാ നമുക്ക് കിട്ടുന്നത്? എവിടുന്നാ നിങ്ങൾക്ക് കിട്ടുന്നത്? പറഞ്ഞേ നിങ്ങള്. കൃഷിക്കാരല്ലേ. കൃഷിക്കാര് കൃഷി ചെയ്തിട്ടാണ് അല്ലെ നമുക്ക് എന്ത് കിട്ടുന്നത്? അരി കിട്ടുന്നത്. അതായത് നമ്മള് നെൽകൃഷി അല്ലെ, നെൽകൃഷി നടത്തിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അരി കിട്ടുന്ന അല്ലെ. എല്ലാവരും എന്നും കഴിക്കാറുള്ള സാധനമാണ് അല്ലെ ഈ ചോറ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അരി ഉപയോഗിച്ചിട്ടുള്ള വിവിധ തരം പലഹാരങ്ങൾ അല്ലെ. ചോറ് മാത്രമല്ല അല്ലെ, അല്ലാത്ത വിവിധ തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അരി ഉപയോഗിക്കാറുണ്ട് അല്ലെ, അരി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ അരി ഉണ്ടാവുന്നത് നെല്ലിൽ നിന്നാണെന്ന് കൂട്ടുകാർക്കൊക്കെ അറിയാം അല്ലെ. നെൽകൃഷിയിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അരി കിട്ടുന്നത് അല്ലെ. നെൽകൃഷിയിലൂടെയാണ് നമുക്ക് അരി കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് കൂടി നമുക്കൊന്ന് പഠിച്ചാലോ? റെഡി അല്ലേ എല്ലാവരും? അപ്പൊ മക്കളെ, നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് അല്ലെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു നെൽമണി ഉണ്ടാവണമെങ്കിൽ പോലും ഒരുപാട് ആളുകളുടെ ഒരുപാട് നാളത്തെ അധ്വാനം ഉണ്ടാവണം അല്ലെ. വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പരിപാടിയല്ല കൃഷി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നെൽകൃഷി അല്ലെ. ഒരുപാട് മാസക്കാലത്തെ അധ്വാനം നെൽകൃഷിക്ക് ആവശ്യമാണ്. ഒരു എന്താ പറയാ, വിത്ത് മുളയ്ക്കുക എന്നുള്ളത് മാത്രമല്ല നെൽകൃഷി എന്ന് പറയുന്നത് അല്ലെ. അതിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നെൽകൃഷി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട അല്ലെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്? അതിന് ഓരോ ഘട്ടങ്ങളുണ്ട് അല്ലെ. ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ആ മക്കളെ, എന്ത് കൃഷിയാണെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? നിലമൊരുക്കലാണ് അല്ലെ. എന്താ ഈ നിലമൊരുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഏത് കൃഷിയാണോ ചെയ്യുന്നത് ആ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം എന്താക്കണം? റെഡിയാക്കണം അല്ലെ. നമ്മൾ ചുമ്മാ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു വിത്ത് ഇട്ടാ അത് മുളയ്ക്കും? ഇല്ല അല്ലെ. നമ്മൾ സാധാരണ ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മണ്ണൊക്കെ ഒന്ന് ഇളക്കി അതിനുശേഷം വേണം അല്ലെ വിത്തിടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ
നെൽകൃഷി അല്ലെ, നെൽകൃഷി നടത്തണമെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന സ്ഥലം അല്ലെ നല്ല രീതിയിൽ ഒരുക്കേണ്ടത് ആവശ്യമുണ്ട്. അതായത് എവിടെയാ കൃഷി ചെയ്യാറ്? നമ്മൾ നെല്ല് എവിടെയാ കൃഷി ചെയ്യാറ്? വയലിലല്ലേ, വയലില്ലല്ലേ? അപ്പൊ ഈ വയൽ എന്ത് ചെയ്യണം? നല്ല വൃത്തിയായിട്ട് അല്ലെ, വൃത്തിയായിട്ട് നമ്മൾ ആ സ്ഥലം എന്ത് ചെയ്യണം? ഒരുക്കേണ്ട ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നിലമൊരുക്കൽ അഥവാ പ്രിപ്പയറിംഗ് ദ ഫീൽഡ് എന്ന് പറയാം അല്ലെ. നമ്മൾ ആ വയലിനൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? ഒരുക്കണം അല്ലെ. എങ്ങനെയാ വയലിനൊക്കെ ഒരുക്കുക? നിങ്ങള് പല ഫോട്ടോസും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരു കർഷകൻ എന്ത് ചെയ്യും? കാളകളെയൊക്കെ കൊണ്ടുപോയിട്ട് നിലം ഇങ്ങനെ കലപ്പ് വെച്ച് ഒഴുകുന്നതായിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി അതല്ലെങ്കിൽ നമ്മൾ ട്രാക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് നിലം ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഫോട്ടോസ് എങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വയലിനെ ഒന്ന് എന്താ പറയാ, ഒരുക്കിയെടുക്കുക അല്ലെ, സെറ്റാക്കി എടുക്കുക. അങ്ങനെയാ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ നെൽകൃഷിയിലുള്ള ഘട്ടം എന്ന് പറയുന്നത് നിലമൊരുക്കലാണ്, പ്രിപ്പയറിംഗ് ദ ഫീൽഡ്. ഓക്കെ. ഇനി രണ്ടാമത്തത് എന്താണ്? വിത്ത് വിതയ്ക്കൽ. എത്ര കൂട്ടുകാര് നെൽവിത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് നെൽമണി എന്ന് പറയുന്നത്. അപ്പൊ നെല്ല് നമ്മൾ എന്ത് ചെയ്യണം? വിതയ്ക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? സോയിങ് ദ സീഡ്. നമ്മൾ എങ്ങനെയാണ് ഈ നെല്ല് വിതയ്ക്കുക? നമ്മൾ ഓരോന്നായിട്ട് കൊണ്ടുപോയി കുഴിച്ചിടലാണോ? അല്ല അല്ലെ. നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിയേ. കർഷകൻ എന്താ ചെയ്യുന്നത്? നെൽമണി എടുത്തിട്ട് ഇതാ ഇങ്ങനെ വീശി എറിയുകയാണ് അല്ലെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നെല്ല് വിതയ്ക്കുക അല്ലെ. അപ്പൊ ഒരുപാട് നെല്ലുണ്ടാവും അല്ലെ. അതിങ്ങനെ കയ്യിലെടുത്തതിന് ശേഷം ഇങ്ങനെ വീശി അല്ലെ ഇങ്ങനെ എറിയാണ് ചെയ്യുക അല്ലെ വയലിലേക്ക്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വിത്ത് വിതയ്ക്കുക അഥവാ സോയിങ് ദ സീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ വെള്ളത്തിൽ അല്ലെ, നമ്മുടെ ഈ പറയുന്ന വയലിലുള്ള വെള്ളത്തിലും ചളിയിലും ഒക്കെ ആയിട്ട് നമ്മുടെ നെൽമണി ഉണ്ട് അല്ലെ. അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ ഈ നെൽമണി എന്ത് ചെയ്യാൻ തുടങ്ങും? മുളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ മുളയ്ക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, നമ്മളിങ്ങനെ വീശി എറിയുവാണ് ചെയ്തത്. അപ്പൊ എറിഞ്ഞപ്പോ തന്നെ പല വിത്തുകളും ചിലപ്പോൾ അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക, ചില വിത്തുകൾ കുറെ ദൂരത്തേക്കായിരിക്കും ഉണ്ടാവുക അല്ലെ. അങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ അല്ലെ, ഒരു ക്രമമായിട്ടൊന്നും ആയിരിക്കില്ല ഈ വിത്തുകൾ മുളച്ചിട്ടുണ്ടാവുക. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഞാറ് നടലാണ് അല്ലെ. അപ്പൊ നോക്കിയേ, നമ്മള് ഞാറ് നടലാണ് അല്ലെ, പ്ലാന്റിങ് ദ സീഡ്ലിങ്സ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രമമായിട്ട് അല്ലെ, ഇങ്ങനെ കിടക്കുന്ന അല്ലെ, ഇങ്ങനെ ഓർഡർ ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഞാറുകളെയൊക്കെ എടുത്തിട്ട് അല്ലെ, ഈ മുളച്ച് വന്ന് നെൽവിത്തിനെയാണ് നമ്മൾ ഞാറ് എന്ന് പറയാ. അപ്പൊ ഞാറെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അല്ലെ ഓരോ പൊസിഷനിൽ കൊണ്ടുപോയിട്ട് നടണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഞാറ് നടൽ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ ഫോട്ടോ കണ്ടോ? ഇത് നോക്കുമ്പോ നിങ്ങൾക്ക് ഒരു കയറൊക്കെ കെട്ടിയത് കാണാം അല്ലെ. അപ്പൊ ഇങ്ങനെ ഓർഡർ ആക്കി വെച്ചിട്ടാണ് ഓരോ ഞാറിനെയും നമ്മൾ കൊണ്ടുപോയിട്ട് നടുന്നത് അല്ലെ. എന്തൊരു മെനക്കേടുള്ള പണിയല്ലേ, മക്കളൊന്നും ആലോചിച്ച് നോക്കിയേ. അപ്പൊ മൂന്നാമത്തെ ഘട്ടം എന്താണ്? ഞാറ് നടലാണ് അല്ലെ, പ്ലാന്റിങ് ദ സീഡിങ് അല്ലെ, പ്ലാന്റിങ് ദ സീഡ്ലിങ് അല്ലെങ്കിൽ പ്ലാന്റിങ് സീഡ്ലിങ് അങ്ങനെ പറയാം. ഓക്കെ. അടുത്തത് എന്താണ്? വെള്ളവും വളവും നൽകൽ അല്ലെ, പ്രൊവൈഡിങ് വാട്ടർ ആൻഡ് മാനുവർ അല്ലെ. അത് നമ്മളിപ്പോ ഏത് ചെടിയാണ്, നെൽകൃഷിക്ക് മാത്രമല്ല അല്ലെ, ഏത് കൃഷിയാണെങ്കിലും ഉണ്ടായി വരുന്ന പുതിയ ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളവും വളവും ഒക്കെ കൊടുക്കണം അല്ലെ. അല്ലാണ്ട് ഇവര് വളരുവോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ ഏത് ചെടി ആയി കഴിഞ്ഞാലും അതിന് നല്ല വളങ്ങളും അല്ലെ, നല്ല വെള്ളവും ഒക്കെ കൊടുക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ചെടി നന്നായിട്ട് വളരുള്ളൂ അല്ലെ. അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ നാലാമത്തെ ഘട്ടമാണ് ഇത്. ഇനി അഞ്ചാമതായിട്ട് എന്താ? അഞ്ചാമത്തെ ഘട്ടമാണ് കള പറിക്കൽ അഥവാ വീഡിങ് അല്ലെ. എന്താ ഈ കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ എന്താ നട്ടത്? നമ്മൾ ഞാറാണ് അല്ലെ നട്ടത്. അതായത് നമുക്ക് വേണ്ടത് എന്താണ്? നല്ല അടിപൊളിയായിട്ടുള്ള നെൽച്ചെടികളാണ്. പക്ഷെ ഈ നെല്ല് വളരുന്നതിന്റെ കൂടെ തന്നെ അല്ലെ ചില വേണ്ടാത്ത കുറേ ചെടികളും കൂടി ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ വേണ്ടാത്ത കുറെ ചെടികളും ഉണ്ടായാൽ എന്താ ശരിക്കും പ്രശ്നം? നമ്മൾ കുറെ വെള്ളവും വളവും ഒക്കെ ആർക്ക് കൊടുക്കുന്നുണ്ട്? നമ്മുടെ നെല്ലിന് കൊടുക്കുന്നുണ്ട് അല്ലെ. പക്ഷെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു ചങ്ങാതി എന്ത് ചെയ്യും? നമ്മൾ നെല്ലിന് കൊടുക്കുന്ന വെള്ളവും വളവും ഒക്കെ എടുത്ത് വലിച്ച് സ്വന്തം വളരാൻ വേണ്ടിയിട്ട് അങ്ങ് ഉപയോഗിച്ചു കളയും അല്ലെ. പിന്നെ നമ്മുടെ ചെടി വളരുവോ? വളരത്തില്ല അല്ലെ. അപ്പൊ നമ്മൾ ഈ കളകളെ പറിച്ചു കളയേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. എന്തിനാ നമ്മൾ കള പറിച്ചു കളയുന്നേ? അല്ലെങ്കിൽ ഈ കള എന്ത് ചെയ്യും? നെല്ലിന് കൊടുക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ എടുത്ത് സ്വന്തം അങ്ങ് കഴിക്കും അല്ലെ. ഇതാണ് ഈ കളകളുടെ സ്വഭാവം. അപ്പൊ നമുക്ക് വേണ്ടാത്ത ചെടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കള
കളകൾ എന്ന് പറയുന്നത് അല്ലെ. സോ വീഡിങ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് വാക്ക് അല്ലെ. അപ്പൊ കള നമ്മൾ എന്ത് ചെയ്യണം? പറിച്ചു കളയണം അല്ലെ. കള നമ്മള് പറിച്ചു കളയണം. ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്കല്ലേ ഇത് ഇങ്ങനെ എന്ത് ചെയ്യും? ജംബിൾഡ് ഓർഡറിൽ തരും അല്ലെ. അതായത് ഇങ്ങനെ എന്താ പറയാ, ഓരോ ഓർഡറുകളും മാറ്റി മാറ്റി തരും അല്ലെ. എന്നിട്ട് കൃത്യമായിട്ടുള്ള ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എഴുതണം കേട്ടോ. അടുത്തത് എന്താണ്? അങ്ങനെ നമ്മൾ നെല്ലൊക്കെ എന്തായി, ഏകദേശം പാകമായിട്ട് വന്നല്ലേ. നമ്മൾ നന്നായിട്ട് നോക്കിയത് കൊണ്ട് ചെടിയൊക്കെ എന്തായി, നല്ല പോലെ വളർന്നു. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം? ഇതിൽ നെല്ലുണ്ടായിട്ടുണ്ടാവും അല്ലെ. ആ നെല്ല് നമ്മൾ കൊയ്തെടുക്കണ്ടേ. കറക്റ്റ് സമയത്ത് കൊയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താവും? വിളവൊക്കെ മോശമാവില്ലേ. അപ്പൊ കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ വിളവ് എന്ത് ചെയ്യണം? കൊയ്തെടുക്കണം അല്ലെ. അതായത് നെല്ല് കൊയ്യണം. ഇതാണ് നമ്മുടെ 6ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അല്ലെ. നെല്ല് കൊയ്യൽ അഥവാ ഹാർവെസ്റ്റിംഗ് അല്ലെ. വിളവെടുക്കുന്നത് അല്ലെ. നമ്മൾ ഇതിന്റെ വിളവെടുക്കണം അല്ലെ. അപ്പൊ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നെല്ല് കൊയ്യൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്തുകൊണ്ടാ? ഇതിനി കഴിഞ്ഞാൽ നല്ല പൈസയൊക്കെ കിട്ടത്തില്ലേ. അതുകൊണ്ട് ഈ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലെ. അപ്പൊ ഈ വിളവെടുക്കുന്ന സമയത്ത് പല ആഘോഷങ്ങളും നാട്ടിലുണ്ടാവാറുണ്ട്. അടുത്തതായിട്ട് നോക്കിയേ നിങ്ങൾ. അടുത്തത് എന്താണ്? അടുത്ത 7ാമത്തെ സ്റ്റെപ്പ് എന്താണ്? മെതിക്കലാണ് അല്ലെ. ത്രഷിങ് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മൾ എന്ത് ചെയ്തു? നെല്ലൊക്കെ എടുത്തു കഴിഞ്ഞു അല്ലെ. അപ്പൊ നെല്ലിന്റെ അകത്ത് എന്തുണ്ടാവും? നെല്ല് മാത്രമല്ല അല്ലെ ഉണ്ടാവുക, നമുക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ അല്ലെ, കുറേ വൈക്കോലൊക്കെ ഉണ്ടാവത്തില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നെൽമണിയെ മാത്രം വേർതിരിച്ചെടുക്കണം അല്ലെ. അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് മെതിക്കൽ അല്ലെ. നിങ്ങൾ ഫോട്ടോ കണ്ടോ? കുറേ ചേച്ചിമാര് നെല്ലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ നെല്ലിനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തല്ലുകയാണല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നെൽമണിയെ വേർതിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു പരിപാടിയാണ് നമ്മൾ എന്ത് പറയാ? മെതിക്കൽ അല്ലെ. മെതിക്കൽ എന്ന് പറയാ. ത്രഷിങ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയാ. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ നടത്തണം അല്ലെ. പിന്നെ നമുക്ക് എന്ത് കിട്ടും? നെൽമണി കിട്ടും അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാ? നെല്ലിനെ നമ്മൾ എന്താക്കി മാറ്റുന്നത്? പിന്നീട് അരിയാക്കി മാറ്റും അല്ലെ. നെല്ലിനെ നമ്മൾ എന്താക്കി മാറ്റും? അരിയാക്കിയിട്ട് മാറ്റും. അപ്പൊ എന്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കി, എന്തോരം പരിപാടികൾ ഉണ്ടല്ലേ. നമ്മളൊരു 7 സ്റ്റെപ്പോളം ഇപ്പൊ പഠിച്ചല്ലേ. അപ്പൊ ഈ 7 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടാണോ നടക്കുന്നത്? അല്ല അല്ലെ. ഒരുപാട് മാസങ്ങളോളം ഉള്ള ഒരു പരിപാടിയാണല്ലേ. എന്തോരം അധ്വാനം വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ, കൃഷി എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, മഹത്തരമായിട്ടുള്ള ഒരു ഉദ്യോഗമാണ് അല്ലെ. അതായത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ കൃഷിക്കാരെന്ന് പറയുന്നത് സത്യത്തിൽ അല്ലെ നമുക്ക് അന്നം തരുന്ന ആളുകളാണ് അല്ലെ, നമുക്ക് ഭക്ഷണം തരുന്ന ആളുകളാണ്. അപ്പോ എന്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്ന് ടീച്ചർ പഠിപ്പിച്ച കാര്യം മനസ്സിലായെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.